ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്ലോക്ക് 2-ൽ ജീവചരിത്രമാണ് പറയുന്നത്. 3 ജീവചരിത്രങ്ങളാണ് ബ്ലോക്ക് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ യൂണിറ്റായ ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലം നാരായണ ഗുരുസ്വാമിയെക്കുറിച്ചിട്ട് MK സാനു എഴുതിയ ഒരു ജീവചരിത്രമാണിത്. ജീവചരിത്രം എന്ന് വെച്ചാൽ എന്താണ്? അതായത് വ്യക്തിയുടെ ചരിത്രം, ഒരു വ്യക്തിയുടെ ചരിത്രം മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം. ആത്മകഥ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആത്മകഥ ഒരു വ്യക്തി തൻ്റെ സ്വന്തം ജീവിതം അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ എന്ന് വെച്ചാൽ. അതാണ് ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ MK സാനുവിനെ കുറിച്ച് ഒരു ലഘു വിവരണം പറയാം. ഓക്കെ, മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ നിരൂപകൻ, ജീവചരിത്രകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ MK സാനു ജനിച്ചത് 1928-ലാണ്. മാനവികതയിലൂന്നിയ തൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കി. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് നാരായണ ഗുരുസ്വാമി, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ, മൃത്യുഞ്ജയ കാവ്യജീവിതം തുടങ്ങിയവ. വയലാർ അവാർഡ് 1992, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം, എഴുത്തച്ഛൻ പുരസ്കാരം 2013 തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വെറുമൊരു വിവരശേഖരണത്തിനപ്പുറം ഒരു വ്യക്തിയുടെ ആന്തരിക ലോകത്തെയും സാമൂഹിക സാഹചര്യങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് രചിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര രീതി. ഓക്കെ, ഇതാണ് MK സാനുവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു ചെറിയ ലഘു വിവരണം എന്നാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരുപാട് പോയിൻറ്റ്സുകൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോകത്തെ തന്നെ ആദ്യത്തെ ജീവചരിത്രകാരൻ പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന പ്ലൂട്ടാർക്കാണെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ ജീവചരിത്രകാരനെന്ന് കരുതപ്പെടുന്നുണ്ട്. ഓക്കെ, മലയാളത്തിൽ ആരാണ്? മലയാളത്തിലെ കൃതി എന്ന് പറയുന്നത് 1895 വിശാഖം തിരുനാളും കേരളവർമ്മയും മറ്റും ചേർന്ന് വിവർത്തനം ചെയ്ത മഹച്ചരിത സംഗ്രഹമാണ് എ ട്രഷറി ഓഫ് ഗ്രേറ്റ് മെൻ, ആദ്യത്തെ ജീവചരിത്ര കൃതി എന്ന് പറയുന്നത്. മലയാളത്തിൽ ഏറ്റവും അധികം ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആരെക്കുറിച്ചിട്ടാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത് കേരളീയ ജീവിത നവോത്ഥാനത്തിൻ്റെ അമരത്ത് നിലകൊള്ളുന്ന ഗുരുവിനെ പറ്റി പലതരത്തിൽ ജീവചരിത്രങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പരിഭാഷകളായും സ്വാതന്ത്ര്യ രചനകളായും രാഷ്ട്രീയ നേതാക്കൾ, ആത്മീയ നേതാക്കൾ, സാഹിത്യകാരന്മാർ എന്നിവരെക്കുറിച്ചൊക്കെ ഒട്ടനവധി ജീവചരിത്രങ്ങളുണ്ടായി. MK സാനുവിൻ്റെ നാരായണ ഗുരുസ്വാമി, അതുപോലെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം തുടങ്ങിയ ജീവചരിത്രങ്ങൾ അക്കാദമി രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഇതൊക്കെ നമ്മളെ ടെക്സ്റ്റിലുള്ള പോയിൻറ്റ്സുകളാണ്. ഇനി നമുക്ക് പാഠഭാഗത്തെക്കുറിച്ചിട്ടുള്ള ചെറിയ വിവരണം ഒന്ന് പറയാം. MK സാനു രചിച്ച നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രത്തിലെ 14-ാം അധ്യായമായ ഒരു വലിയ മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലം എന്ന ഭാഗമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 1888 നടന്ന ചരിത്രപ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയെക്കുറിച്ചും അതിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും ഈ പാഠഭാഗം വിശദീകരിക്കുന്നു. 2 ഭാഗങ്ങളായാണ് ഈ അധ്യായം തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് പ്രതിഷ്ഠാവേളയിലെ ഗുരുവിൻ്റെ അനുഭവങ്ങളും രണ്ടാമത്തെ ഭാഗത്ത് അതിൻ്റെ സാമൂഹിക വിശകലനവും നൽകുന്നു. ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരണമാണ് ജീവചരിത്രം. ഇത് വെറുമൊരു നോൺ ഫിക്ഷൻ മാത്രമല്ല, സാഹിത്യപരമായ മൂല്യമുള്ള രചന കൂടിയാണ്. പ്ലൂട്ടാർക്കാണ് ലോകത്തെ ആദ്യത്തെ ജീവചരിത്രകാരനായി കരുതപ്പെടുന്നത്. ഇനി അരുവിപ്പുറത്തെ പ്രതിഷ്ഠ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഭക്തർക്ക് ആരാധിക്കാൻ ഒരു കേന്ദ്രം വേണമെന്ന ബോധ്യത്തിൽ നിന്നാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരു തീരുമാനിച്ചത്. ശിവരാത്രി ദിവസം അർദ്ധരാത്രിയിൽ നദിയിൽ മുങ്ങി നിവർന്ന് പാറയെ പീഠമാക്കി സങ്കല്പിച്ച് ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി.
ഈ മുഹൂർത്തം കേരള ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഇനി സാമൂഹിക പശ്ചാത്തലം എന്താണെന്ന് പറയാം. ബ്രാഹ്മണർക്ക് മാത്രം പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യാൻ അധികാരമുണ്ടായിരുന്ന കാലത്താണ് ഗുരു ഈ വിപ്ലവം നടത്തിയത്. ഇത് നമ്പൂതിരി ശിവനല്ല, നമ്മുടെ ഈഴവ ശിവനാണ് എന്ന ഗുരുവിൻ്റെ മറുപടി അക്കാലത്തെ ജാതീയമായ നീചത്വങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രഹരമായിരുന്നു. ഗുരുവിൻ്റെ ആപദ്വാക്യങ്ങൾ എന്താണ്? പ്രതിഷ്ഠാസ്ഥലത്ത് ഗുരു എഴുതിവെച്ച ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരാദ്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് പ്രതിഷ്ഠാസ്ഥലത്ത് ഗുരു എഴുതി വെച്ച ഒരു ശ്ലോകമാണ്. ഓക്കെ. സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക തുടങ്ങിയ സന്ദേശങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു വിശകലനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ വിശകലനം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ചോദ്യം ചെയ്തുകൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ടും ഗുരു നടത്തിയ ഈ പ്രവർത്തനം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ആക്കം കൂട്ടി. MK സാനുവിൻ്റെ ലളിതവും എന്നാൽ അഗാധ്യമായ രചനാശൈലിയുടെ ഈ ചരിത്ര മുഹൂർത്തം വായനക്കാരിലേക്ക് എത്തിക്കുന്നു. MK സാനുവിൻ്റെ ജീവചരിത്ര രചനകൾ കേവലം സംഭവങ്ങളുടെ പട്ടികയല്ല, മറിച്ച് ആ വ്യക്തിയുടെ മനസ്സിനെ വായനക്കാരന് അനുഭവവേദ്യമാക്കുന്ന കലയാണ്. എല്ലാ രചനകളിലും സഹാനുഭൂതിയും മാനവികതയും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു. സങ്കീർണമായ കാര്യങ്ങളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. നാരായണ ഗുരുസ്വാമി എന്ന കൃതിയിൽ ഗുരുവിൻ്റെ ദർശനങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു വാക്യമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ആപ്തവാക്യം. കേൾക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അത്രമാത്രം പ്രസിദ്ധിയാർജിച്ച ആ വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. സാമൂഹിക പരിഷ്കരണ രംഗത്തും സാഹിത്യരംഗത്തും വളരെയധികം സംഭാവനകൾ നൽകിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം മലയാളികൾക്ക് സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും വളരെയധികം പ്രസിദ്ധിയാർജിച്ച പ്രവൃത്തികളാണ്. കേരളത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അനുഭവിച്ച ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി ശ്രീനാരായണ ഗുരു ചെയ്ത കാര്യങ്ങൾ പ്രശംസനീയമാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിലനിന്ന അനാചാരങ്ങളെ നീക്കം ചെയ്യാനും സമുദായത്തെ അടിമുടി പരിഷ്കരിക്കാനും നടത്തിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തെ നവോത്ഥാന നായകനാക്കി തീർത്തത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ രൂപം കൊള്ളൽ കേരളത്തിൻ്റെ പാർശ്വവൽകൃത ജനതയുടെ നവോത്ഥാന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടി. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് പോയിൻറ്റ്സുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു ചുരുക്ക നോട്ട് എന്ന രീതിയിലാണ് ഞാൻ ചെറിയ നോട്ട്സ് ഇവിടെ വായിച്ചത്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നല്ല നല്ല പോയിൻറ്റ്സുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ ചെറിയൊരു ഷോർട്ട് നോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പഠിക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കുക എഴുതാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇയേഴ്സ്, ഇത് നടന്ന ഇയറുകൾ, പിന്നെ അതുപോലെ ആദ്യത്തെ ജീവചരിത്രകാരൻ അതാരാണെന്ന്, അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്ലോകം നോക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, എഴുതണമെന്നില്ല, ഓർമ്മ നിൽക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ വായിച്ചു നോക്കാം. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 2 ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ബൈ.